ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 27 അമല ഏകാദശിയാണ്. ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ്. ഫെബ്രുവരി 27 വെളുപ്പിന് 12:33 മുതൽ 27 രാത്രി 12:32 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. അമല എന്നാൽ നെല്ലിക്ക എന്നാണ് അർത്ഥം. നെല്ലിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അമല ഏകാദശിക്ക്. പാപമോചനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായിട്ടാണ് പണ്ട് മുതൽക്കേ പഴമക്കാർ അമല ഏകാദശി തിഥിയിൽ നെല്ലിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു പോന്നിരുന്നത്. നമ്മളും അമല ഏകാദശി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വ്രതശുദ്ധിയോടും ഭക്തിയോടും കൂടി ഭഗവാന് നെല്ലിക്ക സമർപ്പിക്കണം. സർവ്വ ഐശ്വര്യവും കുടുംബത്തിൽ അഭിവൃദ്ധിയും ലഭിക്കാൻ വളരെ ഉത്തമമാണ്. അമല എന്ന വാക്കിന് നെല്ലിക്ക എന്നാണല്ലോ അർത്ഥം. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമായിട്ട് ബന്ധമുള്ള ഒരു മരമാണ് നെല്ലിമരം. അതുകൊണ്ട് തന്നെ നെല്ലിക്ക അമല ഏകാദശി ദിവസം മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും ഭഗവാന് സമർപ്പിക്കാറുണ്ട് ഭക്തർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അറിയാം, അമല ഏകാദശി ദിവസം ഭക്തർ ധാരാളം നെല്ലിക്ക കണ്ണന് കൊണ്ട് സമർപ്പിക്കാറുണ്ട്. ഒരുപാട് നെല്ലിക്ക സമർപ്പിക്കാൻ പറ്റാത്തവർ 4 എണ്ണം സമർപ്പിക്കുക. അത് വളരെ ഉത്തമമാണ്. ഐശ്വര്യവും സമ്പത്തും നിറയാനും ഭഗവാന്റെ അനുഗ്രഹത്തിനും വളരെ ഉത്തമമായ ഒരു വഴിപാടാണ്. അമല ഏകാദശി ദിവസം ഭക്തിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഏകാദശി പുണ്യവും ലഭിക്കും. നെല്ലിമരത്തിനെ അവർ കൂടുതലായി വണങ്ങാറുണ്ട്. അതായത് ഈ അമല ഏകാദശി ദിവസം പ്രത്യേകിച്ചും നെല്ലിമരത്തിനെ പട്ടൊക്കെ ചുറ്റി പൂവൊക്കെ സമർപ്പിച്ച് ചിരാത് വിളക്കുകളൊക്കെ കത്തിച്ച് ഭഗവാൻ ഇഷ്ടപ്പെട്ട മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും സ്ത്രീകൾ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയും നെല്ലിമരത്തിന് ചുറ്റും വളയം വരുന്നു പ്രാർത്ഥിക്കുകയും ചിരാത് വിളക്കുകൾ നെയ്യൊഴിച്ച് കത്തിക്കുകയും അവർ അങ്ങനെ വളരെയധികം വിശ്വാസത്തോടുകൂടി നെല്ലിമരത്തിനെ പുണ്യവൃക്ഷമായി തന്നെ അവർ കാണുന്നു. ഏകാദശി ദിവസം അമല ഏകാദശി ദിവസം അവർ എല്ലാവരും ഇപ്രകാരം ചെയ്യും. നെല്ലിക്ക സമർപ്പിക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യും. വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിൽ നെല്ലിക്ക ഭഗവാനെ കാണിക്കയായി നൽകുമ്പോൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയായി ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് വേണം സമർപ്പിക്കേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അമല ഏകാദശി ദിവസം പോകുന്നവർക്ക് കാണാൻ കഴിയും. നിങ്ങളും അങ്ങനെ ചെയ്യണം. നെല്ലിക്ക വാങ്ങി കഴുകി ശുദ്ധമാക്കി കണ്ണനെ സമർപ്പിക്കണം. അത് വളരെ ഐശ്വര്യമാണ്. വീട്ടിൽ സമ്പത്തും സൗഭാഗ്യവും നിറയും. നമുക്ക് ഐശ്വര്യവും കുടുംബത്തിൽ സമാധാനവും ഒക്കെ ഉണ്ടാകാൻ വളരെ ഉത്തമമാണ്. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്തവർ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് സമർപ്പിച്ചാലും മതി. അത് കഴിഞ്ഞ് ആ നെല്ലിക്ക നമുക്ക് പ്രസാദമായി കഴിക്കുന്നതും വളരെ ഉത്തമമാണ്, ഐശ്വര്യപൂർണ്ണമാണ്. ഏകാദശി വ്രതം എടുക്കുന്നവർ തലേ ദിവസം ഒരിക്കലൂണ്, മത്സ്യം, മാംസം, മുട്ട, വെളുത്തുള്ളി, ഉള്ളി തുടങ്ങിയ മസാലകൾ ചേർന്ന ആഹാര സാധനങ്ങളൊക്കെ ഒഴിവാക്കി ലളിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ച്, അതായത് പാല്, അവിൽ, പഴം, കരിക്കിൻ വെള്ളം ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കേൾക്കുന്നതും വളരെ ഉത്തമമാണ്. ഭഗവാന്റെ ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന ഇതൊക്കെ രാവിലെ കേൾക്കുന്നത് വളരെ ഉത്തമമാണ്. നാരായണീയം അതിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 1-ാം അധ്യായം വായിക്കാം, 21-ാം അധ്യായം, 28-ാം അധ്യായം. ഇതൊന്നും വായിക്കാൻ കഴിയാത്തവർ 1-ാം അധ്യായവും, അതായത് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് തുടങ്ങുന്ന ആ ഭാഗവും ലാസ്റ്റിലുള്ള അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോപനീയം ആ വരികൾ, അതായത് 100-ാം ദശകവും വായിക്കുക. വളരെ ഐശ്വര്യമാണ്. എല്ലാ ഭാഗവും വായിച്ചതിൻ്റെ ഒരു പുണ്യവും ലഭിക്കും. അത് പോയിട്ട് മഹാഭാഗവതം വായിക്കുന്നതും ഭഗവാന്റെ കീർത്തനങ്ങൾ വായിക്കുന്നതും ഒന്നുമില്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ 108 തവണയോ 501 പ്രാവശ്യമോ 1008 തവണയോ ഒക്കെ പറയുന്നതും ജപിക്കുന്നതും വളരെ ഉത്തമമാണ്.
ഇനി പാരണ സമയം നോക്കാം. ഈ സമയത്ത് വ്രതം അവസാനിപ്പിക്കണം. കേരളത്തിൽ 28-ാം തീയതി 6:36 മുതൽ 10:35 വരെയാണ് പാരണ സമയം. തമിഴ്നാട്ടിൽ അതേപോലെ 28-ാം തീയതി 6:25 മുതൽ 10:23 വരെയാണ് പാരണ സമയം. കർണാടകയിൽ 6:36 മുതൽ 10:34 വരെയാണ് പാരണ സമയം. ആന്ധ്രാപ്രദേശിൽ 6:29 മുതൽ 10:26 വരെയാണ് സമയം. തെലുങ്കാനയിൽ 6:35 മുതൽ 10:31 വരെയാണ് പാരണ സമയം. ഗോവയിൽ 6:53 മുതൽ 10:49 വരെ. ഒറീസയിൽ 6:08 മുതൽ 10:02 വരെയാണ് പാരണ സമയം. മഹാരാഷ്ട്രയിൽ 6:59 മുതൽ 10:54 വരെ. ഉത്തർപ്രദേശിൽ 6:31 മുതൽ 10:23 വരെയും. ഗുജറാത്തിൽ 7:12 മുതൽ 11:05 വരെയാണ് പാരണ സമയം. മധ്യപ്രദേശിൽ 6:43 മുതൽ 10:36 വരെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വളരെ വ്യത്യാസമൊന്നുമില്ല. ഈ സമയങ്ങളിൽ ഇതിനകത്തുള്ള സമയങ്ങളിൽ പാരണ സമയമായി ഉപയോഗിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്താത്തവർ തുളസി തീർത്ഥം പൂജാമുറിയിൽ നിന്ന് സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക.